നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് നല്ല ഒരു ഇണ, നല്ല ഒരു തുണ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും ഒക്കെയാണ്. എന്നാൽ ചിലരുടെ എങ്കിലും മുഖത്ത് മ്ലാനത പ്രത്യക്ഷപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അവരുടെ കുട്ടിയെ കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ കെട്ടിച്ചയച്ച വീട്ടിൽ നിന്ന് ഒരു സമാധാനമോ അല്ലെങ്കിൽ ഒരു സന്തോഷമോ ഉണ്ടാവുന്നില്ല. ഇത് സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കല്യാണത്തിലേക്ക് വേണ്ടി നമ്മൾ മക്കളെ ഒരുക്കുമ്പോൾ മക്കൾക്ക് നല്ല ഡ്രസ്സ്, നല്ല സ്വർണ്ണാഭരണങ്ങൾ, എല്ലാ സൗകര്യങ്ങളും നമ്മൾ വരുത്തുന്നുണ്ട്. പക്ഷേ അടിയന്തരമായിട്ട് ഒരു പിതാവ് അല്ലെങ്കിൽ ഉമ്മ ഒരു കുട്ടിക്ക് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൈവാഹിക ജീവിതത്തെക്കുറിച്ച്, ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള അറിവാണ്. ഈ അറിവ് സമാഹരിക്കുന്ന ഒരു സംവിധാനമാണ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ തെറ്റിദ്ധാരണക്ക് ഇടവരുത്തിയിട്ടുള്ള ഒരു പദമാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതായത് കൗൺസിലിംഗ് സെൻറ്ററിൽ പോകാമെന്ന് പറഞ്ഞാൽ ഇയാൾക്കെന്തോ മാനസികമായ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ പെൺകുട്ടിക്ക് മാനസിക രോഗമുണ്ട്, അതുകൊണ്ടാണ് അവളെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയത് എന്നാണ് ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ജോലിയിൽ നമ്മൾക്ക് ചില പ്രയാസങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്ന ഘട്ടത്തിൽ സമൂഹത്തോട് ഇടപെടാൻ നമുക്ക് സാധിക്കാതെ വരുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് പഠനത്തിൽ പിന്നോക്കാവസ്ഥയുണ്ട്, അല്ലെങ്കിൽ പഠനത്തിൽ പരീക്ഷ ഭയമുണ്ട്. ഇങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിലെ വ്യത്യസ്ത തലങ്ങളിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം നിർദ്ദേശിക്കാനും പരിഹാരം കണ്ടെത്താനും സഹായിക്കുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും അനിവാര്യമായ കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ചിലപ്പോഴെങ്കിലും നമുക്കൊക്കെ തന്നെ നമ്മുടെ മൂഡ് സ്വിങ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ മാറി മറയാറുണ്ട്. ചില സമയത്ത് നമ്മൾ അതീവ ദുഃഖിതരാകുന്നു, ചിലപ്പോൾ നല്ല സന്തോഷത്തിലാകുന്നു. നമ്മുടെ മൂഡ് ഫ്ലക്ച്വേഷൻസ് എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ മൂഡിനെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയെ എങ്ങനെ ഊർജ്ജസ്വലതയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് നമ്മൾ അറിയേണ്ട ഒരുപാട് ടിപ്സ് യഥാർത്ഥത്തിൽ ഇത്തരം കൗൺസിലിംഗ് സെഷനിൽ കൂടി നമുക്ക് കിട്ടും. എന്നാൽ നമ്മുടെ കുട്ടികൾ കല്യാണം കഴിക്കുന്ന വേളയിൽ നാം ജാഗ്രത പുലർത്തിക്കൊണ്ട് ഇത്തരം ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞേക്കാറുണ്ടോ? ഇതാണ് ഞാൻ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഓരോ ദിവസവും നമ്മുടെ അടുത്ത് കയറി ഇറങ്ങുന്ന കൗൺസിലിംഗ് ക്ലയൻറ്റുകൾ അവരുടെ പല പ്രശ്നങ്ങൾക്കും കാരണം വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവർക്ക് കിട്ടേണ്ട മുന്നറിവ്, നേരത്തെ കിട്ടേണ്ട അറിവ് കിട്ടാത്തത് കൊണ്ട് വന്ന് സംഭവിക്കുന്ന അബദ്ധങ്ങളാണ്. പലപ്പോഴും ആൺകുട്ടികൾക്ക് പോലും അതിനെ സംബന്ധിച്ച്, ആൺകുട്ടികൾക്ക് പോലും ഈ സ്ത്രീകളുടെ മനഃശാസ്ത്രത്തെ സംബന്ധിച്ച്, അവരുടെ വൈകാരികതയെക്കുറിച്ച്, അവരോട് പെരുമാറുന്ന ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അറിവില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ഈ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കോഴ്സ് എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമാവേണ്ട, ആളുകൾ ജനകീയവൽക്കരിക്കേണ്ട ഒരു കോഴ്സാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയേണ്ടത്, ഒരു പ്രശ്നം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിന് ബദൽ പ്രശ്നം വരാതിരിക്കാനുള്ള പ്രിക്കോഷൻ, മുൻകരുതൽ നമ്മളാണ് സ്വീകരിക്കേണ്ടത്. കാരണം നമുക്കൊക്കെ നല്ല വിദ്യാഭ്യാസമുണ്ട്, നമ്മൾ സംസ്കാരമുള്ള ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ കല്യാണം കഴിച്ച് ഒരു പുതിയ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നതിന് മുമ്പ് ആ വീട്ടിൽ കോപ്പിംഗ് ചെയ്യാൻ, അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങളിൽ ഏറ്റവും നല്ല രൂപത്തിൽ ഇടപെടാൻ, നല്ല വൈവാഹിക ജീവിതം നയിക്കാൻ, ഭർത്താവിനെ മനസ്സിലാക്കാൻ, അമ്മായിമ്മയുമായിട്ട് ഏറ്റവും ഊഷ്മളമായിട്ടുള്ള സ്നേഹബന്ധം നിലനിർത്താൻ, ഇതിനൊക്കെ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന കോഴ്സും സംവിധാനങ്ങളും ഇന്ന് ലഭ്യമാണ്. അത്തരം കോഴ്സുകളിലേക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞേക്കുക എന്നുള്ളത് ഓരോ രക്ഷിതാവിൻ്റെയും ധർമ്മമാണ്, ബാധ്യതയാണ് എന്നാണ് ഇന്ന് നിങ്ങളോട് എനിക്ക് സംവദിക്കാനുള്ളത്.